അധ്യായം 5 സൂറത്തുൽ മാഇദ. മദീനയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 120. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്. أحلت لكم بهيمة الأنعام إلا ما يتلى عليكم غير محل الصيد وأنتم حرم إن الله يحكم ما يريد. സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രതിജ്ഞകൾ നിറവേറ്റുക. കന്നുകാലി മൃഗങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ പിന്നീട് ഓതി കേൾപ്പിക്കപ്പെടുന്നവ അതിൽ പെടുകയില്ല. നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചവരായിരിക്കെ വേട്ടയാടുന്നത് നിയമാനുസൃതമാക്കാത്തവരായ സ്ഥിതിയിൽ തീർച്ചയായും അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നത് വിധിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലൂ ശആഇറല്ലാഹി ولا الشهر الحرام ولا الهدي ولا القلائد ولا آمين البيت الحرام يبتغون فضلا من ربهم ورضوانا وإذا حللتم فاصطادوا ولا يجرمنكم شنآن قوم أن صدوكم عن المسجد الحرام أن تعتدوا وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب. സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളെയും ആദരണീയ മാസങ്ങളെയും കഅബയിലേക്ക് കൊണ്ടുപോകുന്ന ബലിമൃഗത്തെയും അതിന്റെ കഴുത്തിൽ കെട്ടിയ അടയാളങ്ങളെയും അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും സംതൃപ്തിയും തേടിക്കൊണ്ട് ആദരണീയ ഭവനത്തെ ഉദ്ദേശിച്ചു പോകുന്നവരെയും നിങ്ങൾ അനാദരിക്കരുത്. നിങ്ങൾ ഒഴിവായാൽ വേട്ടയാടിക്കൊള്ളുക. ഒരു ജനതയോടുള്ള വിരോധം അവർ ആദരണീയ പള്ളിയിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തിയതുകൊണ്ട് അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. പുണ്യമുള്ള കാര്യങ്ങളിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക. പാപത്തിലും അതിക്രമത്തിലും പരസ്പരം സഹായിക്കരുത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. തീർച്ചയായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام ذلكم فسق. اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشون اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فمن اضطر في مخمصة غير متجانف لإثم فإن الله غفور رحيم. ശവം, രക്തം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവരുടെ നാമം ഏതിൽ ഉച്ചരിക്കപ്പെട്ടുവോ അത്, കുടുങ്ങിയോ അടിയേറ്റോ വീഴ്ച മൂലമോ ചത്തത്, മറ്റു മൃഗങ്ങൾ കുത്തിക്കൊന്നത്, ഹിംസ്രജന്തുക്കൾ കൊന്നു അല്പം ഭക്ഷിച്ചത്, ഇവയെല്ലാം തിന്നുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. എന്നാൽ ഇവയിൽ ജീവൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറുത്തത് ഉൾപ്പെടുകയില്ല.
വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ടതും പ്രശ്നക്കോലുകൾ കൊണ്ട് സ്വന്തം കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനമെടുക്കലും നിഷിദ്ധമാകുന്നു. അത് ദുർമാർഗമാണ്. സത്യനിഷേധികൾ നിങ്ങളുടെ മതത്തെക്കുറിച്ച് ഇന്ന് നിരാശപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവരെ നിങ്ങൾ ഒട്ടും ഭയപ്പെടരുത്. എന്നെ ഭയപ്പെട്ടുകൊള്ളുക. നിങ്ങൾക്ക് ഞാൻ ഇന്നേ ദിവസം നിങ്ങളുടെ മതം പൂർണ്ണമാക്കുകയും എന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചു തരികയും ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ വല്ലവനും കഠിനമായ വിശപ്പ് മൂലം പാപം ഉദ്ദേശിച്ചവനായിട്ടല്ലാത്ത നിലയിൽ നിഷിദ്ധ വസ്തു തിന്നാൻ നിർബന്ധിതനായാൽ തീർച്ചയായും അല്ലാഹു പുറത്തു കൊടുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. يسألونك ماذا أحل لهم قل أحل لكم الطيبات وما علمتم من الجوارح مكلبين تعلمونهن مما علمكم الله فكلوا مما أمسكن عليكم واذكروا اسم الله عليه واتقوا الله إن الله سريع الحساب. തങ്ങൾക്ക് എന്തെല്ലാമാണ് ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവർ താങ്കളോട് ചോദിക്കുന്നു. നല്ല സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടെന്ന് താങ്കൾ അവരോട് പറയുക. അള്ളാഹു പഠിപ്പിച്ചു തന്ന നായാട്ട് സൂത്രങ്ങളിൽ ചിലതെല്ലാം നിങ്ങൾ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വേട്ടജന്തുക്കൾ, വേട്ടയാടിക്കൊണ്ടുവന്ന മൃഗങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അവ പിടിച്ചുവച്ചതിൽ നിന്ന് ഭക്ഷിക്കുകയും അതിന്മേൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു അതിവേഗം കണക്കു നോക്കുന്നവനാണ്. اليوم أحل لكم الطيبات وطعام الذين أوتوا الكتاب حل لكم وطعامكم حل لهم والمحصنات من المؤمنات والمحصنات من الذين أوتوا الكتاب من قبلكم إذا آتيتموهن أجورهن محصنين غير مسافحين ولا متخذي أخدان ومن يكفر بالإيمان فقد حبط عمله وهو في الآخرة من الخاسرين. നല്ല വസ്തുക്കളെല്ലാം നിങ്ങൾക്കിതാ ഇന്ന് അനുവദിച്ചിരിക്കുന്നു. വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. നിങ്ങളുടെ ഭക്ഷണം അവർക്കും ഭക്ഷിക്കാൻ കൊടുക്കൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. സത്യവിശ്വാസിനികളിൽ നിന്നുള്ള സ്വതന്ത്രകളെയും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള സ്വതന്ത്രകളെയും വിവാഹം ചെയ്യലും അനുവദിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹം മൂലം പാതിവ്രത്യം സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവരും വ്യഭിചാരികളോ കാമുകിമാരെ സ്ഥാപിക്കുന്നവരോ അല്ലാത്തവരുമായ സ്ഥിതിയിൽ അവരുടെ മഹർ നിങ്ങൾ കൊടുത്തെങ്കിൽ വല്ലവനും സത്യവിശ്വാസത്തെ നിഷേധിച്ചാൽ അവന്റെ പ്രവർത്തനങ്ങളെല്ലാം അടിയോടെ തകർന്നു കഴിഞ്ഞു. അവൻ പരലോകത്ത് എല്ലാം നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകുന്നതാണ്. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فاطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم
ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. സത്യവിശ്വാസികളെ, നിങ്ങൾ നിസ്കാരത്തിനൊരുങ്ങിയാൽ മുഖങ്ങളും മുട്ടുകളുൾപ്പെടെ കൈകളും കഴുകുക, തല തടവുകയും 2 ഞെരിയാണികൾ ഉൾപ്പെടെ കാലുകൾ കഴുകുകയും ചെയ്യുക. നിങ്ങൾ വലിയ അശുദ്ധിയുള്ളവരാണെങ്കിൽ കുളിച്ച് ശുദ്ധി നേടുക. നിങ്ങൾ രോഗികളോ യാത്രയിലോ ആയി, അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും മലമൂത്ര വിസർജനം ചെയ്യുകയോ സ്ത്രീകളെ തൊടുകയോ ചെയ്തു, എന്നിട്ട് വെള്ളം കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ശുദ്ധിയുള്ള മണ്ണ് ഉദ്ദേശിക്കുകയും അതുകൊണ്ട് മുഖങ്ങളും കൈകളും തടവുകയും ചെയ്യുക. നിങ്ങൾക്ക് വിഷമമുണ്ടാക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ നിങ്ങളെ ശുദ്ധീകരിക്കാനും തന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുവാനുമാണ് അവൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടി. واذكروا نعمة الله عليكم وميثاقه الذي واثقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെയും ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു നിങ്ങളോട് വാങ്ങിയിട്ടുള്ള കരാറിനെയും നിങ്ങൾ ഓർക്കുക. അല്ലാഹുവിനെ സൂക്ഷിക്കുക. തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെക്കുറിച്ചെല്ലാം ഏറ്റവും അറിയുന്നവനാണ്. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി തികച്ചും നിലകൊള്ളുന്നവരും നീതിപൂർവം സാക്ഷി പറയുന്നവരുമാകുക. ഒരു ജനതയോടുള്ള വിരോധം അവരോട് നീതി ചെയ്യാതിരിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നിങ്ങൾ നീതി പാലിക്കുക. അതാണ് തഖ്വയോട് ഏറ്റവും കൂടുതൽ അടുത്തത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു. وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ടെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. സത്യം നിഷേധിക്കുകയും നമ്മുടെ ലക്ഷ്യങ്ങളെ കളവാക്കുകയും ചെയ്തവർ നരകക്കാർ തന്നെയാണ്. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون. സത്യവിശ്വാസികളെ, നിങ്ങളുടെ നേരെ ഒരു ജനത തങ്ങളുടെ കൈകൾ നീട്ടാൻ ഉദ്ദേശിക്കുകയും അപ്പോൾ അവരുടെ കൈകളെ അല്ലാഹു നിങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്ത സന്ദർഭത്തിൽ അവൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കുക. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. അതുകൊണ്ട് സത്യവിശ്വാസികൾ അല്ലാഹുവിൽ മാത്രം വരമേൽപ്പിച്ചുകൊള്ളട്ടെ. وَلَقَدْ أَخَذَ اللَّهُ مِيثَاقَ بَنِي إِسْرَائِيلَ وَبَعَثْنَا مِنْهُمُ 12 نَقِيبًا وَقَالَ اللَّهُ إِنِّي مَعَكُمْ لَئِنْ أَقَمْتُمُ الصَّلَاةَ وَآتَيْتُمُ الزَّكَاةَ وآمنتم برسلي وعزرتموهم وأقرضتم الله قرضا حسنا
لأكفرن عنكم سيئاتكم ولأدخلنكم جنات تجري من تحتها الأنهار فمن كفر بعد ذلك منكم فقد ضل سواء السبيل. തീർച്ചയായും ഇസ്രായേൽ സന്തതികളോട് അള്ളാഹു കരാർ വാങ്ങിയിരിക്കുന്നു. അവർക്കിടയിൽ നിന്ന് 12 നേതാക്കളെ നാം തിരഞ്ഞെടുക്കുകയുണ്ടായി. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങൾ നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സക്കാത്ത് കൊടുക്കുകയും എന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുകയും അവരെ സഹായിക്കുകയും അള്ളാഹുവിന് നല്ല നിലയ്ക്ക് കടം കൊടുക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തരികയും അടിഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. തീർച്ച എന്നാൽ ഇതിന് ഈ നിർദ്ദേശങ്ങളെല്ലാം ലഭിച്ചതിനു ശേഷം നിങ്ങളിൽ വല്ലവനും സത്യത്തെ നിഷേധിച്ചാൽ അവൻ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുക തന്നെ ചെയ്തു. فبما نقضهم ميثاقهم لعناهم وجعلنا قلوبهم قاسية يحرفون الكلم عن مواضعه ونسوا حظا مما ذكروا به ولا تزال تطلع على خائنة منهم إلا قليلا منهم فاعف عنهم واصفح إن الله يحب المحسنين. എന്നിട്ട് തങ്ങളുടെ കരാർ ലംഘിച്ചതിനാൽ നാം അവരെ ശപിക്കുകയും അവരുടെ ഹൃദയങ്ങളെ കഠിനതരങ്ങളാക്കുകയും ചെയ്തു. അവൻ വേദവാക്യങ്ങളെ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് തെറ്റിക്കുകയും തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതിൽ ഒരു ഭാഗം മറന്നുകളയുകയും ചെയ്തു. അവർ ചുരുക്കം പേരൊഴിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചന താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. താങ്കൾ അവർക്ക് മാപ്പ് ചെയ്യുകയും അവരെ അഗണ്യമാക്കി വിടുകയും ചെയ്യുക. തീർച്ചയായും പുണ്യവാന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. وَمِنَ الَّذِينَ قَالُوا إِنَّا نَصَارَى أَخَذْنَا مِيثَاقَهُمْ فنسوا حظا مما ذكروا به فأغرينا بينهم العداوة والبغضاء إلى يوم القيامة وسوف ينبئهم الله بما كانوا يصنعون. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നവരിൽ നിന്ന് നാം കരാർ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതിൽ ഒരു ഭാഗം അവരും വിസ്മരിച്ചു കളഞ്ഞു. തന്നിമിത്തം അന്ത്യദിനം വരെയും അവർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും നാം ഇളക്കിവിട്ടു. തങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പിന്നീട് അവരെ അറിയിക്കുന്നതാണ്. يا أهل الكتاب قد جاءكم رسولنا يبين لكم كثيرا مما كنتم تخفون من الكتاب ويعفو عن كثير قد جاءكم من الله نور وكتاب مبين. വേദക്കാരെ, വേദങ്ങളിൽ നിന്നും നിങ്ങൾ മറച്ചുവെച്ചുകൊണ്ടിരുന്ന പല വിഷയങ്ങളും വെളിപ്പെടുത്തി തന്നുകൊണ്ടും പലതും മാപ്പ് ചെയ്തുകൊണ്ടും ഇതാ നമ്മുടെ ദൂതൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിൽ നിന്ന് ഒരു വെളിച്ചവും സ്പഷ്ടമായ ഒരു ഗ്രന്ഥവും നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم. തന്റെ തൃപ്തിയെ പിൻപറ്റിയവരെ അതുമൂലം അള്ളാഹു സമാധാനത്തിന്റെ മാർഗങ്ങളിൽ എത്തിക്കുകയും തന്റെ വേണ്ടുകയോടെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും നേരായ മാർഗത്തിലേക്ക് ചേർത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ്. لقد كفر الذين قالوا إن
الله هو المسيح ابن مريم قل فمن يملك من الله شيئا إن أراد أن يهلك المسيح ابن مريم وأمه ومن في الأرض جميعا ولله ملك السماوات والأرض وما بينهما يخلق ما يشاء والله على كل شيء قدير. മറിയമിന്റെ പുത്രൻ മസീഹ് തന്നെയാണ് അല്ലാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും സത്യത്തെ നിഷേധിച്ചിരിക്കുന്നു. താങ്കൾ ചോദിക്കുക, മറിയമിന്റെ പുത്രൻ മസീഹിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും മാത്രമല്ല ഭൂമിയിലുള്ളവരെ ആകമാനം അല്ലാഹു അങ്ങ് നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവനിൽ വല്ലതും തടയൽ സ്വാധീനമാക്കുന്നവൻ ആരാണുള്ളത്? ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ള വസ്തുക്കളുടെയും ആധിപത്യം അല്ലാഹുവിന് തന്നെയാണ്. താൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. وقالت اليهود والنصارى نحن أبناء الله وأحباؤه قل فلم يعذبكم بذنوبكم بل أنتم بشر ممن خلق يغفر لمن يشاء ويعذب من يشاء ولله ملك السماوات والأرض وما بينهما وإليه المصير. യഹൂദികളും ക്രിസ്ത്യാനികളും പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിന്റെ സന്താനങ്ങളും ഇഷ്ടക്കാരുമാണെന്ന്. താങ്കൾ ചോദിക്കുക, അങ്ങനെയെങ്കിൽ കുറ്റങ്ങൾക്ക് നിങ്ങളെ അവൻ ശിക്ഷിക്കുന്നതെന്തിനാണ്? എന്നാൽ നിങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചവരിൽപ്പെട്ട മനുഷ്യർ തന്നെയാണ്. താൻ ഉദ്ദേശിച്ചവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും താൻ ഉദ്ദേശിച്ചവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവിന് മാത്രമാണ് ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ള വസ്തുക്കളുടെയും ആധിപത്യം. എല്ലാവരുടെയും മടക്കം അവനിലേക്ക് തന്നെയാണ്. يا أهل الكتاب قد جاءكم رسولنا يبين لكم على فترة من الرسل أن تقولوا ما جاءنا من بشير ولا نذير فقد جاءكم بشير ونذير والله على كل شيء قدير. വേദക്കാരെ, കുറെ കാലമായി ദൂതന്മാരുടെ ആഗമനം മുറിഞ്ഞുപോയ ഘട്ടത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വിവരിച്ചു തരുന്ന നമ്മുടെ ദൂതൻ നിങ്ങളുടെ അടുക്കൽ ഇതാ വന്നിരിക്കുന്നു. രക്ഷാശിക്ഷകളെക്കുറിച്ച് സന്തോഷമറിയിക്കുകയോ താക്കീത് നൽകുകയോ ചെയ്യുന്ന യാതൊരാളും ഞങ്ങൾക്ക് വന്നിട്ടില്ലെന്ന് നിങ്ങൾ പറയുന്നതിന് ഇടവരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രവാചക നിയോഗം. എന്നാൽ ഇപ്പോഴിതാ സന്തോഷമറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനും ആയ റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ اذْكُرُوا نِعْمَةَ اللَّهِ عَلَيْكُمْ إِذْ جَعَلَ فِيكُمْ أَنْبِيَاءَ وَجَعَلَكُمْ مُلُوكًا وَآتَاكُمْ مَا لَمْ يُؤْتِ أَحَدًا مِنَ الْعَالَمِينَ. മൂസാ നബി തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. എന്റെ ജനങ്ങളെ, നിങ്ങൾക്കിടയിൽ നബിമാരെ നിയോഗിക്കുകയും നിങ്ങളെ രാജാക്കന്മാരാക്കുകയും സമകാലീന മനുഷ്യവർഗത്തിൽ ആർക്കും കൊടുത്തിട്ടില്ലാത്തത് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുക വഴി അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. يا قوم ادخلوا الأرض المقدسة التي كتب الله لكم ولا ترتدوا على أدباركم فتنقلبوا خاسرين. എന്റെ ജനങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള പരിശുദ്ധ ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുക. നിങ്ങൾ ശത്രുക്കളെ ഭയന്ന് പിന്തിരിഞ്ഞോടരുത്. അങ്ങനെ പിന്തിരിഞ്ഞോടുന്ന പക്ഷം നിങ്ങൾ നഷ്ടപ്പെട്ടവരായി മടങ്ങുന്നതാണ് എന്നും മൂസാ നബി പറഞ്ഞു. قالوا يا موسى إن
فيها قوما جبارين وإنا لن ندخلها حتى يخرجوا منها فإن يخرجوا منها فإنا داخلون. അപ്പോൾ അവർ പറഞ്ഞു, ഓ മൂസ, വളരെ ശക്തരായ ഒരു ജനത അവിടെയുണ്ട്. അവരവിടെ നിന്ന് പോകുന്നതുവരെ ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുന്നതേയില്ല. അവർ അവിടെ നിന്ന് പുറത്തു പോകുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ പ്രവേശിക്കാം. قال رجلان من الذين يخافون أنعم الله عليهم ادخلوا عليهم الباب فإذا دخلتموه فإنكم غالبون وعلى الله فتوكلوا إن كنتم مؤمنين. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടവരിൽപ്പെട്ട 2 പുരുഷന്മാർ അള്ളാഹു അവരെ ധൈര്യവും ദൃഢവിശ്വാസവും നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. പറഞ്ഞു, പട്ടണവാതിലിൽ കൂടി അവരുടെ നേരെ കടന്നു ചെല്ലുക. അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കുന്നവർ തന്നെയായിരിക്കും. സത്യവിശ്വാസികളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സർവ്വതും അള്ളാഹുവിൽ അർപ്പിക്കുക. قالوا يا موسى إنا لن ندخلها أبدا ما داموا فيها فاذهب أنت وربك فقاتلا إنا هاهنا قاعدون. ഇത് കേട്ടപ്പോൾ വീണ്ടും അവർ പറഞ്ഞു, ഓ മൂസ, അവരവിടെയുള്ള കാലത്തോളം ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ട് കടക്കുകയില്ല. തീർച്ച അതുകൊണ്ട് നീയും നിന്റെ നാഥനും പോയി അവരോട് യുദ്ധം ചെയ്തുകൊള്ളുക. ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നവരാണ്. قال رب إني لا أملك إلا نفسي وأخي فافرق بيننا وبين القوم الفاسقين. ഈ സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ റബ്ബേ, എന്റെയും എന്റെ സഹോദരന്റെയും കാര്യമല്ലാതെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുകയേയില്ല. അതിനാൽ ഞങ്ങൾക്കും ധിക്കാരികളായ ഈ ജനതയ്ക്കുമിടയിൽ നീയൊരു വിധി കൽപ്പിക്കണമേ. قال فإنها محرمة عليهم 40 سنة يتيهون في الأرض فلا تأس على القوم الفاسقين. ഇതിനുത്തരമായി അള്ളാഹു പറഞ്ഞു, തീർച്ചയായും അത് ആ പരിശുദ്ധ ഭൂമി 40 കൊല്ലത്തേക്ക് അവർക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അവർ ഈ ഭൂമിയിൽ കിടന്ന് അന്ധാളിച്ചു വട്ടം തിരിയും. അതുകൊണ്ട് ധിക്കാരികളായ ഈ ജനതയെക്കുറിച്ച് താങ്കൾ ദുഃഖിക്കരുത്. واتل عليهم نبأ بني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين. ആദമിന്റെ 2 സന്താനങ്ങൾ ഒരു ഖുർബാൻ ബലി നടത്തിയപ്പോഴുണ്ടായ സംഭവം അവർക്ക് വേദക്കാർക്ക് സത്യസമേതം വിവരിച്ചു കൊടുക്കുക. അപ്പോൾ അവരിൽ ഒരാളുടെ പക്കൽ നിന്ന് അത് സ്വീകരിക്കപ്പെട്ടു, മറ്റേയാളുടെ പക്കൽ നിന്നും സ്വീകരിക്കപ്പെട്ടതുമില്ല. അപ്പോൾ സ്വീകരിക്കപ്പെടാത്തവൻ സ്വീകരിക്കപ്പെട്ടവനോട് പറഞ്ഞു, തീർച്ചയായും ഞാൻ നിന്നെ കൊന്നുകളയും. സ്വീകരിക്കപ്പെട്ടവൻ പറഞ്ഞു, സൂക്ഷ്മതയുള്ളവരുടെ പക്കൽ നിന്നും മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നിന്റേത് സ്വീകരിക്കാതിരിക്കുന്നത് നിന്റെ നടപടി ദോഷം കൊണ്ടാണ്. لئن بسطت إلي يدك لتقتلني ما أنا بباسط يدي إليك لأقتلك إني أخاف الله رب العالمين. കൊല്ലുവാനായി എന്റെ നേരെ നീ കൈനീട്ടിയാൽ ഞാൻ കൊല്ലാനായി നിന്റെ നേരെ കൈനീട്ടുകയില്ല. ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. إني أريد أن تبوء
بإثمي وإثمك فتكون من أصحاب النار وذلك جزاء الظالمين. എന്റെയും നിന്റെയും കുറ്റവുമായി നീ മടങ്ങണമെന്നും നീ എങ്ങനെ നരകക്കാരിൽപ്പെട്ടവനാകണമെന്നും തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് അക്രമികൾക്കുള്ള പ്രതിഫലം. فطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين. അങ്ങനെ തന്റെ സഹോദരനെ കൊല്ലുന്നതിന് സ്വന്തം മനസ്സ് അവന് അനുവദിച്ചു. അങ്ങനെ അദ്ദേഹത്തെ അവൻ കൊല്ലുകയും തന്നിമിത്തം നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു പോവുകയും ചെയ്തു. فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه قال يا ويلتى أعجزت أن أكون مثل هذا الغراب فأواري سوءة أخي فأصبح من النادمين. അവസാനം തന്റെ സഹോദരനെ എങ്ങനെയാണ് മറവു ചെയ്യേണ്ടതെന്ന് അവന് കാണിച്ചു കൊടുക്കാനായി ഭൂമിയിൽ മാന്തിക്കുഴിക്കുന്ന ഒരു കാക്കയെ അള്ളാഹു അയച്ചു. അത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഹാ കഷ്ടം, ഈ കാക്കയെപ്പോലെയെങ്കിലും ആകുവാനും അങ്ങനെ സഹോദരന്റെ മൃതദേഹം മറവു ചെയ്യാനും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ അവൻ വലിയ ഖേദക്കാരിൽപ്പെട്ടവനായി തീർന്നു. من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون. അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികളുടെ മേൽ നാം വിധിച്ചു, മറ്റൊരാളെ കൊല്ലുകയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യാത്ത ഒരാളെ വല്ലവനും കൊന്നാൽ അവൻ എല്ലാ മനുഷ്യരെയും കൊന്നതുപോലെയായി. മരണത്തിൽ നിന്നും ഒരാളെ ആരെങ്കിലും രക്ഷിച്ചാൽ അവൻ എല്ലാ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതുപോലെയായി. അവരുടെ ഇസ്രായേല്യരുടെ അടുക്കൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി നമ്മുടെ ദൂതന്മാർ വരിക തന്നെ ചെയ്തു. എന്നിട്ടുകൂടി തീർച്ചയായും അവരിൽ അധിക പേരും അതിനുശേഷം ഭൂമിയിൽ അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരാകുന്നു. إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض فسادا أن يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം ചെയ്യുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവരെ കൊല്ലുകയോ ക്രൂശിക്കുകയോ കൈകാലുകൾ വ്യത്യസ്ത നിലയിൽ മുറിക്കുകയോ സ്വദേശത്തു നിന്നും നാടുകടത്തുകയോ ചെയ്യുക മാത്രമാണ്. അത് അവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു. പരലോകത്താകട്ടെ അവർക്ക് കഠിനമായ ശിക്ഷയാണുള്ളത്. إلا الذين تابوا من قبل أن تقدروا عليهم فاعلموا أن الله غفور رحيم. നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നതിനു മുൻപ് ഖേദിച്ചു മടങ്ങിയവർ അതിൽ നിന്നൊഴിവാണ്. അവരുടെ മേൽ ശിക്ഷാ നടപടി സ്വീകരിക്കേണ്ടതില്ല. അല്ലാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനും തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക.
يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അവനിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അന്വേഷിക്കുകയും അവന്റെ മാർഗത്തിൽ പോരാടുകയും ചെയ്യുക, എന്നാൽ നിങ്ങൾ വിജയികളായേക്കും. ഇന്നല്ലദീന കഫറൂ ലൗ അന്ന ലഹും മാ ഫിൽ അർദി ജമീഅൻ വമിസ്ലഹു മഅഹു ലിയഫ്തദൂ ബിഹി മിൻ അദാബി യൗമിൽ ഖിയാമത്തി മാ തുഖബ്ബല മിൻഹും വലഹും അദാബുൻ അലീം. തീർച്ചയായും പുനരുത്ഥാന ദിനത്തിലെ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുവാനായി പ്രായശ്ചിത്തം നൽകാൻ ഭൂമിയിലുള്ള മുഴുവൻ സമ്പത്തും അതോടൊപ്പം അത്ര വേറെയും അവരുടെ അധീനത്തിലുണ്ടായിരുന്നാൽ പോലും അവരുടെ പക്കൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. يريدون أن يخرجوا من النار وما هم بخارجين منها ولهم عذاب مقيم. അവർ ഉദ്ദേശിക്കുന്നത് നരകത്തിൽ നിന്ന് പുറത്തു കിടക്കാനാണ്. എന്നാൽ അവർ അതിൽ നിന്നും പുറത്തു പോകുകയില്ല തന്നെ. സ്ഥിരമായി നിൽക്കുന്ന ശിക്ഷയാണ് അവർക്കുള്ളത്. والسارق والسارقة فقطعوا أيديهما جزاء بما كسبا نكالا من الله والله عزيز حكيم. മോഷ്ടിച്ചവനും മോഷ്ടിച്ചവളും അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലമായും പാഠം പഠിക്കും വിധം അള്ളാഹുവിൽ നിന്നുള്ള ഒരു ശിക്ഷയായും ഇരുവരുടെയും കൈകൾ നിങ്ങൾ മുറിക്കുക. അള്ളാഹു പ്രതാപശാലിയും തന്ത്രജ്ഞനുമാകുന്നു. فمن تاب من بعد ظلمه وأصلح فإن الله يتوب عليه إن الله غفور رحيم. എന്നാൽ വല്ലവനും താൻ അക്രമം ചെയ്ത ശേഷം പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കുകയും ചെയ്താൽ അള്ളാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. ألم تعلم أن الله له ملك السماوات والأرض يعذب من يشاء ويغفر لمن يشاء والله على كل شيء قدير. തീർച്ചയായും ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാണെന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ലേ? താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും തികച്ചും കഴിവുള്ളവനാകുന്നു. يا أيها الرسول لا يحزنك الذين يسارعون في الكفر من الذين قالوا آمنا بأفواههم ولم تؤمن قلوبهم ومن الذين هادوا سماعون للكذب سماعون لقوم آخرين لم يأتوك يحرفون الكلم من بعد مواضعه يقولون إن أوتيتم هذا فخذوه وإن لم تؤتوه فاحذروا ومن يرد الله فتنته فلن تملك له من الله شيئا أولئك الذين لم يرد الله أن يطهر قلوبهم لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. ഓ റസൂലേ,
ഹൃദയം വിശ്വസിക്കാതെ നാവുകൊണ്ട് മാത്രം ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നവരും കപടവിശ്വാസികൾ. ജൂതമതം സ്വീകരിച്ചവരുമായ സത്യനിഷേധത്തിലേക്ക് ധൃതിപ്പെട്ടോടുന്നവർ, അവരുടെ ആ പ്രവൃത്തി താങ്കളെ ദുഃഖിതനാക്കാതിരിക്കട്ടെ. അവർ കള്ളവാർത്ത ധാരാളം കേട്ടനുസരിക്കുന്നവരാണ്. താങ്കളുടെ അടുത്ത് വന്നിട്ടില്ലാത്ത മറ്റു ചില ആളുകൾക്ക് വേണ്ടി കേൾക്കുന്നവരുമാണ്. അവരാകട്ടെ നിശ്ചിത സ്ഥാനത്തു നിന്ന് വേദവാക്യങ്ങളെ തെറ്റിക്കുന്നവരാകുന്നു. നിങ്ങൾക്ക് ഇത് ഞങ്ങൾ നൽകുന്ന നിർദ്ദേശം തന്നെയാണ്. മുഹമ്മദിന്റെ പക്കൽ നിന്ന് നൽകപ്പെടുന്നതെങ്കിൽ അത് സ്വീകരിച്ചുകൊള്ളുക. അതല്ല നിങ്ങൾക്ക് നൽകപ്പെടുന്നതെങ്കിൽ അത് സ്വീകരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക എന്നവർ പറയുന്നു. വല്ലവനെയും അള്ളാഹു വഴിതെറ്റിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനു വേണ്ടി അള്ളാഹുവിൽ നിന്ന് യാതൊന്നും താങ്കൾ സ്വാധീനപ്പെടുത്തുകയില്ല. അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തവരാണവർ. ഈ ലോകത്ത് അപമാനം അവർക്കുണ്ട്, പരലോകത്ത് കഠിന ശിക്ഷയും അവർക്കുള്ളതാണ്. سماعون للكذب أكالون للسحت فإن جاءوك فاحكم بينهم أو أعرض عنهم وإن تعرض عنهم فلن يضروك شيئا وإن حكمت فاحكم بينهم بالقسط إن الله يحب المقسطين. അവർ നിത്യേന കള്ളവാർത്ത കേൾക്കുന്നവരും നിഷിദ്ധമായ ധനം നിരന്തരം തിന്നുന്നവരുമാണ്. താങ്കളുടെ അടുത്ത് പരാതിയുമായി വന്നാൽ അവർക്കിടയിൽ വിധി നൽകുകയോ അവഗണിക്കുകയോ ചെയ്യാം. അവരെ അവഗണിച്ചാൽ താങ്കൾക്ക് യാതൊരു ദോഷവും വരുത്തിവെക്കാൻ അവർക്ക് കഴിയുന്നതല്ല. താങ്കൾ വിധി കൽപ്പിക്കുന്ന പക്ഷം അവർക്കിടയിൽ നീതിപൂർവം വിധി കൽപ്പിക്കുക. നീതി പാലിക്കുന്നവനെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. وكيف يحكمونك وعندهم التوراة فيها حكم الله ثم يتولون من بعد ذلك وما أولئك بالمؤمنين. തങ്ങളുടെ പക്കൽ തൗറാത്തും അതിൽ അള്ളാഹുവിന്റെ വിധിയും ഉണ്ടായിരിക്കെ താങ്കളെ അവരെങ്ങനെയാണ് വിധികർത്താവാക്കുക? പിന്നെ അതിനുശേഷം അവർ പിന്തിരിഞ്ഞു കളയുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ അവർ സത്യത്തിൽ വിശ്വസിച്ചവരെയല്ല. ഇന്നാ അൻസൽനാ التوراة فيها هدى ونور يحكم بها النبيون الذين أسلموا للذين هادوا والربانيون والأحبار بما استحفظوا من كتاب الله وكانوا عليه شهداء فلا تخشوا الناس واخشوني ولا تشتروا بآياتي ثمنا قليلا ومن لم يحكم بما أنزل الله فأولئك هم الكافرون. തീർച്ചയായും നാം തൗറാത്ത് അവതരിപ്പിച്ചു. അതിൽ മാർഗദർശനവും പ്രകാശവുമുണ്ട്. അള്ളാഹുവിന് കീഴ്പ്പെട്ടു ജീവിക്കുന്ന നബിമാരും ദിവ്യന്മാരും പണ്ഡിതന്മാരും അതനുസരിച്ച് യഹൂദികൾക്ക് വിധി കൊടുക്കുന്നവരായിരുന്നു. അങ്ങനെ ചെയ്തത് അള്ളാഹുവിന്റെ വേദസംരക്ഷണത്തിന് അവരോട് കൽപ്പിച്ച് ഉത്തരവാദപ്പെടുത്തിയിരുന്നതുകൊണ്ടാണ്. അതിനവർ സാക്ഷികളുമായിരുന്നു. അതുകൊണ്ട് ജൂത പുരോഹിതന്മാരെ, നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടുക. നിസ്സാര വില എന്റെ ലക്ഷ്യങ്ങൾക്ക് പകരമായി നിങ്ങൾ വാങ്ങരുത്. വല്ലവരും അള്ളാഹു ഇറക്കിയതനുസരിച്ച് വിധിച്ചിട്ടില്ലെങ്കിൽ അവർ തന്നെയാണ് സത്യനിഷേധികൾ. وَكَتَبْنَا عَلَيْهِمْ فِيهَا أَنَّ النَّفْسَ بِالنَّفْسِ وَالْعَيْنَ بِالْعَيْنِ وَالْأَنفَ بِالْأَنفِ وَالْأُذُنَ بِالْأُذُنِ وَالسِّنَّ بِالسِّنِّ وَالْجُرُوحَ قِصَاصٌ فمن تصدق به فهو كفارة له
ومن لم يحكم بما أنزل الله فأولئك هم الظالمون. ജീവന് ജീവൻ, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ചെവിക്ക് ചെവി, പല്ലിന് പല്ല്, മുറിവുകൾക്ക് മുറിവുകൾ, ഇങ്ങനെ പകരം വീട്ടണമെന്ന് തൗറാത്തിലും നാം അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വല്ലവനും അത് മാപ്പ് ചെയ്തു കൊടുത്താൽ അത് അവനുള്ള ഒരു പാപപരിഹാരമാകുന്നു. അള്ളാഹു ഇറക്കിയതനുസരിച്ച് ആരെങ്കിലും വിധിച്ചിട്ടില്ലെങ്കിൽ അവർ തന്നെയാകുന്നു അക്രമികൾ. وقفينا على آثارهم بعيسى ابن مريم مصدقا لما بين يديه من التوراة وآتيناه الإنجيل فيه هدى ونور ومصدقا لما بين يديه من التوراة وهدى وموعظة للمتقين. ആ നബിമാരെ പിന്തുടർന്നുകൊണ്ട് മറിയമിന്റെ പുത്രൻ ഈസയെ നാം അയച്ചു. തന്റെ മുമ്പിലുള്ള തൗറാത്തിനെ ശരിവെക്കുന്നവരായിക്കൊണ്ട് അദ്ദേഹത്തിന് നാം ഇഞ്ചീൽ നൽകുകയും ചെയ്തു. അതിൽ മാർഗദർശനവും പ്രകാശവുമുണ്ട്. അതിന്റെ മുമ്പിലുള്ള തൗറാത്തിനെ ശരിവെക്കുന്നതായും സൂക്ഷ്മതയുള്ളവർക്ക് മാർഗദർശകമായും തത്വോപദേശമായുമാണ് അത് അവതീർണമായിട്ടുള്ളത്. وَلْيَحْكُمْ أَهْلُ الْإِنْجِيلِ بِمَا أَنزَلَ اللَّهُ فِيهِ وَمَنْ لَمْ يَحْكُمْ بِمَا أَنزَلَ اللَّهُ فَأُولَئِكَ هُمُ الْفَاسِقُونَ. ഇഞ്ചീലുകാർ അള്ളാഹു അതിൽ ഇറക്കിയതനുസരിച്ച് വിധി നൽകട്ടെ എന്ന് അവരോട് നാം പറഞ്ഞു. ആരെങ്കിലും അള്ളാഹു ഇറക്കിയതനുസരിച്ച് വിധി നൽകാത്ത പക്ഷം അവർ തന്നെയാകുന്നു സത്യത്തിന്റെ പരിധി ലംഘിച്ചവർ. وَأَنزَلْنَا إِلَيْكَ الْكِتَابَ بِالْحَقِّ مُصَدِّقًا لِمَا بَيْنَ يَدَيْهِ مِنَ الْكِتَابِ وَمُهَيْمِنًا عَلَيْهِ فَاحْكُم بَيْنَهُم بِمَا أَنزَلَ اللَّهُ ولا تتبع أهواءهم عما جاءك من الحق لكل جعلنا منكم شرعة ومنهاجا ولو شاء الله لجعلكم أمة واحدة ولكن ليبلوكم فيما آتاكم فاستبقوا الخيرات إلى الله مرجعكم جميعا فينبئكم بما كنتم فيه تختلفون. താങ്കൾക്ക് നാം സത്യസമേതം ഗ്രന്ഥമിറക്കിയിരിക്കുന്നു. അതിനു മുമ്പുള്ള ഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ടും അവയുടെ മേൽ സാക്ഷിയായിക്കൊണ്ടും. അതിനാൽ അള്ളാഹു ഇറക്കിയതനുസരിച്ച് അവർക്കിടയിൽ വിധി കൽപ്പിക്കുക. താങ്കൾക്ക് വന്നു കിട്ടിയ സത്യത്തെ വിട്ട് അവരുടെ തന്നിഷ്ടങ്ങളെ പിന്തുടരരുത്. ഹേ സമുദായങ്ങളെ, നിങ്ങളിൽ ഓരോ സമുദായത്തിനും ഓരോ നിയമസംഹിതയും നടപടി മാർഗവും നാം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെയെല്ലാം ഒരേയൊരു നടപടിക്രമം കൈക്കൊള്ളുന്ന ഒരേയൊരു സമുദായമാക്കുമായിരുന്നു. പക്ഷേ അവൻ നൽകിയ വിഭിന്ന നടപടിക്രമങ്ങളിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് പല സമുദായങ്ങളാക്കിയത്. അതുകൊണ്ട് നന്മകളിലേക്ക് മറ്റുള്ളവരെ കവച്ചുവെച്ച് മുന്നേറുക. അള്ളാഹുവിലേക്ക് തന്നെയാണ് നിങ്ങളെല്ലാവരുടെയും മടക്കം. നിങ്ങൾ ഭിന്നിച്ചിരുന്ന വിഷയങ്ങളുടെ സത്യാവസ്ഥ അപ്പോൾ അവൻ അവിടെ വെച്ച് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. وَأَنِحْكُمْ بَيْنَهُم بِمَا أَنزَلَ اللَّهُ ولا تتبع أهواءهم واحذرهم أن يفتنوك عن بعض ما أنزل الله إليك فإن تولوا فاعلم أنما يريد الله أن
يصيبهم ببعض ذنوبهم وإن كثيرا من الناس لفاسقون. അള്ളാഹു ഇറക്കിയതനുസരിച്ച് അവർക്കിടയിൽ താങ്കൾ വിധിക്കുക. അവരുടെ ദേഹേച്ഛകളെ പിന്തുടരരുത്. അള്ളാഹു ഇറക്കിത്തന്ന ചിലതിൽ നിന്ന് അവർ താങ്കളെ തെറ്റിച്ചു കളയുന്നത് സൂക്ഷിക്കുക. എന്നിട്ട് താങ്കളുടെ വിധി സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ അവർക്ക് തങ്ങളുടെ ചില കുറ്റങ്ങൾ നിമിത്തം ആപത്ത് വരുത്തിവെക്കണമെന്ന് തന്നെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്ന് താങ്കൾ അറിഞ്ഞുകൊള്ളുക. മിക്കയാളുകളും കുറ്റവാളികൾ തന്നെയാകുന്നു. أفحكم الجاهلية يبغون ومن أحسن من الله حكما لقوم يوقنون. അവർ ആവശ്യപ്പെടുന്നത് അജ്ഞാനകാലത്തെ വിധിയെയാണോ? വിശ്വാസദൃഢതയുള്ള ഒരു ജനതയുടെ പക്കൽ അള്ളാഹുവിനേക്കാൾ നന്നായി വിധിക്കാൻ ആരാണുള്ളത്? يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض ومن يتولهم منكم فإنه منهم إن الله لا يهدي القوم الظالمين. സത്യവിശ്വാസികളെ, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ മിത്രങ്ങളാക്കി വെക്കരുത്. അവർ നിങ്ങൾക്കെതിരെ പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന മിത്രങ്ങളാവുന്നു. നിങ്ങളിൽ ആരെങ്കിലും അവരെ മിത്രങ്ങളാക്കി വെച്ചാൽ തീർച്ചയായും അവൻ അവരിൽപ്പെട്ടവനാണ്. അള്ളാഹു അത്തരം അക്രമികളെ തീർച്ചയായും നേർമാർഗത്തിൽ ചേർത്തിക്കൊടുക്കില്ല. فترى الذين في قلوبهم مرض يسارعون فيهم يقولون نخشى أن تصيبنا دائرة فعسى الله أن يأتي بالفتح أو أمر من عنده فيصبحوا على ما أسروا في أنفسهم نادمين. ഹൃദയങ്ങളിൽ രോഗം, കാപട്യം ബാധിച്ചവർ അവരിൽ ജൂത ക്രിസ്ത്യാനികളുടെ മൈത്രിബന്ധം പുലർത്തുന്നതിൽ ധൃതി കൂട്ടുന്നതായി താങ്കൾക്ക് കാണാം. അവരുമായി അകന്നു നിൽക്കുന്ന പക്ഷം ഞങ്ങൾക്ക് വല്ല വിപത്തു പറ്റിയേക്കുമെന്ന് ഭയപ്പെടുന്നു എന്നവർ പറയുന്നു. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിജയമോ തന്റെ പക്കൽ നിന്ന് മറ്റു വല്ല കാര്യമോ കൈവരുത്തിത്തരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ കൂട്ടർ തങ്ങളുടെ മനസ്സിൽ രഹസ്യമാക്കി വെച്ചതിനെക്കുറിച്ച് അപ്പോൾ ഖേദിക്കേണ്ടവരായിത്തീരും. وَيَقُولُ الَّذِينَ آمَنُوا أَهَؤُلَاءِ الَّذِينَ أَقْسَمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ إِنَّهُمْ لَمَعَكُمْ حَبِطَتْ أَعْمَالُهُمْ فَأَصْبَحُوا خَاسِرِينَ. തീർച്ചയായും തങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണെന്ന് വളരെ ശക്തിയായി സത്യം ചെയ്തുറപ്പിച്ചു പറഞ്ഞിരുന്ന കൂട്ടർ തന്നെയാണോ ഇത് എന്ന് സത്യവിശ്വാസികൾ അന്ന് ചോദിച്ചു പോകും. അവരുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോവുകയും അങ്ങനെ അവർ നഷ്ടപ്പെട്ടവരാവുകയും ചെയ്തിരിക്കുന്നു. يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم. സത്യവിശ്വാസികളെ, നിങ്ങളിൽ വല്ലവനും തന്റെ മതത്തെ വിട്ട് മടങ്ങിപ്പോകുന്ന പക്ഷം
ഈ മതത്തിന് ഒരു കോട്ടവും തട്ടുമെന്ന് അവൻ ധരിക്കേണ്ട. അള്ളാഹുവിനെ അങ്ങോട്ടും അവൻ ഇങ്ങോട്ടും സ്നേഹിക്കുന്നവരും സത്യവിശ്വാസികളോട് വിനയം പ്രകടിപ്പിക്കുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരും യാതൊരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാത്തവരുമായ ഒരു ജനതയെ അള്ളാഹു പിറകെ കൊണ്ടുവരുന്നതാണ്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമത്രേ. താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നതാണ്. അള്ളാഹു അതിവിശാല ഔദാര്യമുള്ളവനും സർവജ്ഞനുമാകുന്നു. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. തീർച്ചയായും നിങ്ങളുടെ സഹായികൾ അള്ളാഹുവും അവന്റെ റസൂലും വിനയാന്വിതരായിക്കൊണ്ട് നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുമാകുന്നു. ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. വല്ലവനും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സത്യവിശ്വാസികളെയും മിത്രങ്ങളും സഹായികളുമാക്കി വെച്ചാൽ അള്ളാഹുവിന്റെ ആ സംഘക്കാർ തന്നെയാണ് ഒടുവിൽ വിജയം വരിക്കുന്നവർ. يا أيها الذين آمنوا لا تتخذوا الذين اتخذوا دينكم هزوا ولعبا من الذين أوتوا الكتاب من قبلكم والكفار أولياء واتقوا الله إن كنتم مؤمنين. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മതത്തെ പരിഹാസവും വിനോദവുമാക്കി വെച്ചവരായ നിങ്ങൾക്ക് മുൻപ് വേദം നൽകപ്പെട്ടവരെയും സത്യനിഷേധികളായ ബഹുദൈവ വിശ്വാസികളെയും നിങ്ങൾ മിത്രങ്ങളാക്കരുത്. അക്കാര്യത്തിൽ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക. وَإِذَا نَادَيْتُمْ إِلَى الصَّلَاةِ اتَّخَذُوهَا هُزُوًا وَلَعِبًا ذَلِكَ بِأَنَّهُمْ قَوْمٌ لَا يَعْقِلُونَ. നിങ്ങൾ നിസ്കാരത്തിനായി ബാങ്ക് വിളിച്ചാൽ അതിനെ അവർ പരിഹാസവും വിനോദവുമാക്കി തീർക്കുന്നു. ബുദ്ധിയും വിവേകവുമില്ലാത്ത ഒരു ജനതയായതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ ചെയ്യുന്നത്. قُلْ يَا أَهْلَ الْكِتَابِ هَلْ تَنقِمُونَ مِنَّا إِلَّا أَنْ آمَنَّا بِاللَّهِ وَمَا أُنْزِلَ إِلَيْنَا وَمَا أُنْزِلَ مِنْ قَبْلُ وَأَنَّ أَكْثَرَكُمْ فَاسِقُونَ. താങ്കൾ ചോദിക്കുക, ഓ വേദക്കാരെ, അള്ളാഹുവിലും തങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും അതിനു മുൻപ് അവതീർണമായതിലും വിശ്വസിക്കുന്നു എന്നുള്ളതും നിങ്ങളിൽ അധികം പേരും മതവിധികൾ അനുസരിക്കാത്ത അതിക്രമികൾ തന്നെയാണ് എന്നുള്ളതും അല്ലാതെ ഞങ്ങളെക്കുറിച്ച് എന്ത് ആക്ഷേപമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? قُلْ هَلْ أُنَبِّئُكُم بِشَرٍّ مِّن ذَلِكَ مَثُوبَةً عِندَ اللَّهِ مَن لَّعَنَهُ اللَّهُ وَغَضِبَ عَلَيْهِ وَجَعَلَ مِنْهُمُ الْقِرَدَةَ وَالْخَنَازِيرَ وَعَبَدَ الطَّاغُوتَ أُولَئِكَ شَرٌّ مَّكَانًا وَأَضَلُّ عَن سَوَاءِ السَّبِيلِ. പറയുക, അള്ളാഹുവിന്റെ അടുക്കൽ അതിനേക്കാൾ കൂടുതൽ ദോഷകരമായ പ്രതിഫലത്തിന്, ശിക്ഷയ്ക്ക് പാത്രമായവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും ആര് പാത്രമായിട്ടുണ്ടോ അവരിൽ ചിലരെ അള്ളാഹു കുരങ്ങന്മാരും പന്നികളുമാക്കിയിട്ടുണ്ടോ? ദുർമൂർത്തികൾക്ക് ആര് ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ അവരാണ് നീചമായ നിലക്കാരും നേർവഴിയിൽ നിന്ന് പിഴച്ചുപോയവരും. وَإِذَا جَاءُوكُمْ قَالُوا آمَنَّا وَقَدْ دَخَلُوا بِالْكُفْرِ وَهُمْ قَدْ خَرَجُوا بِهِ وَاللَّهُ أَعْلَمُ بِمَا كَانُوا يَكْتُمُونَ.
നിങ്ങളുടെ അടുത്തു വന്നാൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് അവർ പറയും. യഥാർത്ഥത്തിൽ സത്യനിഷേധത്തോടുകൂടിയാണ് അവർ കടന്നുവന്നതും അതോടുകൂടി തന്നെയാണ് അവർ പുറത്തുപോയതും. അവർ മനസ്സിൽ മറച്ചുവെക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു നല്ലതുപോലെ അറിയുന്നവനാകുന്നു. وَتَرَى كَثِيرًا مِّنْهُمْ يُسَارِعُونَ فِي الْإِثْمِ وَالْعُدْوَانِ وَأَكْلِهِمُ السُّحْتَ لَبِئْسَ مَا كَانُوا يَعْمَلُونَ. അവരിൽ അധികം പേരും പാപത്തിലും അതിക്രമത്തിലും നിഷിദ്ധമായ ധനം ഭക്ഷിക്കുന്നതിലും ധൃതിപ്പെടുന്നതായി താങ്കൾക്ക് കാണാം. വളരെ ദുഷിച്ച പ്രവൃത്തിയാണവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. لولا ينهاهم الربانيون والأحبار عن قولهم الإثم وأكلهم السحت لبئس ما كانوا يصنعون. അവർ തെറ്റായ വാക്ക് പറയുന്നതും നിഷിദ്ധമായ ധനം തിന്നുന്നതും തങ്ങളുടെ ആത്മീയ ഗുരുക്കളും പണ്ഡിതന്മാരും എന്തുകൊണ്ട് തടയുന്നില്ല? വളരെ ചീത്ത പ്രവൃത്തിയാണവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. وقالت اليهود يد الله مغلولة غلت أيديهم ولعنوا بما قالوا بل يداه مبسوطتان ينفق كيف يشاء وليزيدن كثيرا منهم ما أنزل إليك من ربك طغيانا وكفرا وألقينا بينهم العداوة والبغضاء إلى يوم القيامة كلما أوقدوا نارا للحرب أطفأها الله ويسعون في الأرض فسادا والله لا يحب المفسدين. അള്ളാഹുവിന്റെ കൈ ബന്ധിക്കപ്പെട്ടതാണെന്ന് അവൻ പിശുക്കനാണെന്ന് ജൂതന്മാർ പറഞ്ഞു. വാസ്തവത്തിൽ അവരുടെ കൈകളാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. തങ്ങൾ പറഞ്ഞത് മൂലം അവർ ശപിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹു ഔദാര്യവാനാണ്. അവൻ ഉദ്ദേശിക്കുന്ന വിധം ചിലവഴിക്കുന്നു. താങ്കളുടെ റബ്ബിന്റെ പക്കൽ നിന്ന് താങ്കൾക്ക് ഇറക്കപ്പെട്ടത് ഖുർആൻ അവരിൽ കൂടുതൽ പേർക്കും അതിക്രമവും സത്യനിഷേധവും വർദ്ധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്തിരിക്കുന്നു. അതുമൂലമുള്ള അസൂയയാണ് അവരെ അങ്ങനെയെല്ലാം പറയുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കിടയിൽ അന്ത്യനാൾ വരെ നാം ശത്രുതയും വിദ്വേഷവും ഇട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അവർ ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് തീ കൊളുത്തുമ്പോഴെല്ലാം അള്ളാഹു അത് കെടുത്തിക്കളയുന്നു. അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ولو أن أهل الكتاب آمنوا واتقوا لكفرنا عنهم سيئاتهم ولأدخلناهم جنات النعيم. വേദക്കാർ സത്യവിശ്വാസം കൈക്കൊള്ളുകയും ഭയഭക്തി സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നാം അവരുടെ പാവങ്ങൾ പൊറുക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തിൽ അവരെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ولو أنهم أقاموا التوراة والإنجيل وما أنزل إليهم من ربهم لأكلوا من فوقهم ومن تحت أرجلهم منهم أمة مقتصدة وكثير منهم ساء ما يعملون. തൗറാത്തും ഇഞ്ചീലും തങ്ങളുടെ റബ്ബിൽ നിന്ന് അവർക്ക് ഇറക്കപ്പെട്ട ഖുർആൻ ഉൾപ്പെടെയുള്ള മറ്റ് കൽപ്പനകളും വേണ്ടവിധം നിലനിർത്തി പോന്നിരുന്നുവെങ്കിൽ തങ്ങളുടെ മുകൾ ഭാഗത്തുനിന്നും താഴ്ഭാഗത്തുനിന്നും അവർക്ക് ആഹാരം കഴിക്കാമായിരുന്നു. അവരിൽ തന്നെ നീതിമാന്മാരായ ഒരു വിഭാഗമുണ്ട്. എന്നാൽ അവരിൽ കൂടുതൽ പേരുടെയും പ്രവൃത്തി വളരെ ദുഷിച്ചതു തന്നെ. يا أيها الرسول بلغ ما أنزل إليك من ربك وإن لم تفعل فما بلغت رسالته والله يعصمك من الناس
إن الله لا يهدي القوم الكافرين. അല്ലയോ റസൂലേ, റബ്ബിൽ നിന്നും താങ്കൾക്ക് അവതരിക്കപ്പെട്ടതെല്ലാം ആരെയും ഭയപ്പെടാതെ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു കാര്യമെങ്കിലും മറച്ചുവെച്ചാൽ അള്ളാഹുവിന്റെ ദൗത്യം താങ്കൾ നിറവേറ്റിയവരാകുകയില്ല. ജനങ്ങളിൽ നിന്ന് അള്ളാഹു താങ്കളെ രക്ഷിക്കുന്നതാണ്. സത്യനിഷേധികളായ ജനതയെ അള്ളാഹു നേർമാർഗത്തിൽ ചേർത്തിക്കൊടുക്കുന്നതേയല്ല. قل يا أهل الكتاب لستم على شيء حتى تقيموا التوراة والإنجيل وما أنزل إليكم من ربكم وليزيدن كثيرا منهم ما أنزل إليك من ربك طغيانا وكفرا فلا تأس على القوم الكافرين. താങ്കൾ പറയുക, വേദക്കാരെ, തൗറാത്തും ഇഞ്ചീലും നിങ്ങളുടെ റബ്ബിൽ നിന്നും നിങ്ങൾക്കിറക്കപ്പെട്ട ഖുർആൻ തുടങ്ങിയവയും വേണ്ടവിധം നിലനിർത്തി പോരുന്നതുവരെ നിങ്ങളുടെ വിശ്വാസ നടപടികൾക്ക് യാതൊരടിസ്ഥാനവുമില്ല. താങ്കളുടെ റബ്ബിൽ നിന്ന് താങ്കൾക്കിറക്കപ്പെട്ടത് അവരിൽ അധിക പേർക്കും അതിക്രമ സ്വഭാവവും സത്യനിഷേധവും വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിനാൽ സത്യനിഷേധികളായ ആ ജനതയുടെ കാര്യത്തിൽ താങ്കൾ ഒട്ടും ദുഃഖിക്കേണ്ടതില്ല. إن الذين آمنوا والذين هادوا والصابئون والنصارى من آمن بالله واليوم الآخر وعمل صالحا فلا خوف عليهم ولا هم يحزنون. തീർച്ചയായും സത്യവിശ്വാസികളും മുസ്ലിങ്ങളും യഹൂദികളോ സാബികളോ ക്രിസ്ത്യാനികളോ ആരാവട്ടെ, അവരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരും അവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല, അവർ വ്യസനിക്കുന്നതുമല്ല. لقد أخذنا ميثاق بني إسرائيل وأرسلنا إليهم رسلا كلما جاءهم رسول بما لا تهوى أنفسهم فريقا كذبوا وفريقا يقتلون. ഇസ്രായേല്യരോട് തീർച്ചയായും നാം കരാർ വാങ്ങി, അവരുടെ അടുത്തേക്ക് പല ദൂതന്മാരെയും നാം അയച്ചു. എന്നാൽ തങ്ങളുടെ മനസ്സുകൾ ഇഷ്ടപ്പെടാത്ത സന്ദേശവുമായി അവരുടെ അടുത്ത് ഓരോ റസൂൽ ചെല്ലുമ്പോഴും ഒരു വിഭാഗത്തെ നിഷേധിക്കുകയും മറ്റൊരു വിഭാഗത്തെ വധിച്ചു കളയുകയുമാണവർ ചെയ്തുകൊണ്ടിരുന്നത്. وحسبوا ألا تكون فتنة فعموا وصموا ثم تاب الله عليهم ثم عموا وصموا كثير منهم والله بصير بما يعملون. യാതൊരു പരീക്ഷണവും ഉണ്ടാവുകയില്ലെന്നവർ ധരിച്ചു. അങ്ങനെ അവർ അന്ധരും ബധിരരും ആയി തീർന്നു. അനന്തരം അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. പിന്നെയും അവരിൽ അധിക പേരും അന്ധന്മാരും ബധിരരും ആയി തീർന്നു. അവരുടെ പ്രവർത്തനം അള്ളാഹു ശരിക്കും കാണുന്നവനാണ്. لقد كفر الذين قالوا إن الله هو المسيح ابن مريم وقال المسيح يا بني إسرائيل اعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار. മറിയമിന്റെ പുത്രൻ മസീഹ്
അള്ളാഹു തന്നെയാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും സത്യം നിഷേധിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ മസീഹ് പറഞ്ഞത് ഇതത്രേ: ഇസ്രായേൽ സന്തതികളെ, എന്റെയും നിങ്ങളുടെ നാഥനായ അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. അള്ളാഹുവോട് ആരെങ്കിലും വല്ലവരെയും പങ്കുചേർത്താൽ അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കുക തന്നെ ചെയ്യും. അവൻ മടങ്ങിച്ചെല്ലുന്ന സ്ഥാനം നരകവുമായിരിക്കും. ആ അക്രമികൾക്ക് സഹായികളായി ആരും ഉണ്ടായിരിക്കുന്നതുമല്ല. لقد كفر الذين قالوا إن الله ثالث ثلاثة وما من إله إلا إله واحد وإن لم ينتهوا عما يقولون ليمسن الذين كفروا منهم عذاب أليم. തീർച്ചയായും മൂന്നുപേരിൽ ഒന്നാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ സത്യത്തെ നിഷേധിച്ചിരിക്കുന്നു. ഇലാഹ് ഒരേയൊരു ഇലാഹ് മാത്രമാണ് തീർച്ച. തങ്ങളുടെ ആ അഭിപ്രായത്തിൽ നിന്ന് അവർ വിരമിക്കാത്ത പക്ഷം ആ സത്യനിഷേധികളെ വേദനാജനകമായ ശിക്ഷ പിടികൂടുക തന്നെ ചെയ്യും. أفلا يتوبون إلى الله ويستغفرونه والله غفور رحيم. അവർ അള്ളാഹുവിലേക്ക് മടങ്ങുകയും അവനോട് പാപമോചനത്തിനപേക്ഷിക്കുകയും ചെയ്യുന്നില്ലേ? അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. ما المسيح ابن مريم إلا رسول قد خلت من قبله الرسل وأمه صديقة كانا يأكلان الطعام انظر كيف نبين لهم الآيات ثم انظر أنى يؤفكون. മറിയമിന്റെ പുത്രൻ മസീഹ് ഒരു ദൂതൻ മാത്രമാണ്. അദ്ദേഹത്തിന് മുൻപ് കുറെ ദൂതന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവ് ഒരു സത്യസന്ധയാണ്. അവർ രണ്ടുപേരും ആഹാരം കഴിച്ചിരുന്നു. താങ്കളൊന്ന് ചിന്തിച്ചു നോക്കുക, അക്കൂട്ടർക്ക് എങ്ങനെയെല്ലാമാണ് നാം ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ടും അതൊന്നും പരിഗണിക്കാതെ എങ്ങനെയാണവർ പിന്തിരിഞ്ഞു കളയുന്നതെന്ന് നോക്കൂ. قُلْ أَتَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَمْلِكُ لَكُمْ ضَرًّا وَلَا نَفْعًا وَاللَّهُ هُوَ السَّمِيعُ الْعَلِيمُ. ചോദിക്കുക, അള്ളാഹുവിനെ വിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവത്തെയോ ഉപകാരത്തെയോ സ്വാധീനിക്കാത്തവർക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുവോ? എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അള്ളാഹു മാത്രമാകുന്നു. قُلْ يَا أَهْلَ الْكِتَابِ لَا تَغْلُوا فِي دِينِكُمْ غَيْرَ الْحَقِّ وَلَا تتبعوا أهواء قوم قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل. പറയുക, ഓ വേദക്കാരെ, സ്വന്തം മതത്തിൽ സത്യവിരുദ്ധമായ നിലക്ക് നിങ്ങൾ അതിരുവിട്ടു പോകരുത്. നിങ്ങൾക്ക് മുൻപ് തന്നെ വഴിതെറ്റിപ്പോയ ഒരു ജനതയുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയുമരുത്. അവർ അനേകം പേരെ വഴിതെറ്റിക്കുകയും നേർവഴിയിൽ നിന്ന് സ്വയം വ്യതിചലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون. മറിയമിന്റെ പുത്രൻ ഈസാ നബിയുടെയും ദാവൂദ് നബിയുടെയും നാവിൽ കൂടി ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട സത്യനിഷേധികൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. അവർ അനുസരണക്കേട് കാണിക്കുകയും അതിരുവിട്ട് പ്രവർത്തിക്കുകയും ചെയ്തത് കൊണ്ടാണ് അത് സംഭവിച്ചത്. كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. തങ്ങൾ ചെയ്തിരുന്ന നിഷിദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് അവർ അന്യോന്യം വിരോധിക്കാത്തവരായിരുന്നു. അവരുടെ ആ പ്രവൃത്തി വളരെ ദുഷിച്ചത് തന്നെയാണ്.
ترى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم أنفسهم أن سخط الله عليهم وفي العذاب هم خالدون. അവരിൽ മിക്കപേരും അറബികളായ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കുന്നത് താങ്കൾക്ക് കാണാം. തങ്ങൾക്കായി അവർ തന്നെ മുൻകൂട്ടി ഒരുക്കി വെച്ചത് വളരെ ചീത്ത തന്നെ. അതായത് അവർ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായിരിക്കുന്നു. ശിക്ഷയിൽ അവർ ശാശ്വതവാസികളുമാണ്. ولو كانوا يؤمنون بالله والنبي وما أنزل إليه ما اتخذوهم أولياء ولكن كثيرا منهم فاسقون. അള്ളാഹുവിലും നബിയിലും നബിക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിച്ചിരുന്നെങ്കിൽ ഇവരെ ബഹുദൈവ വിശ്വാസികളെ അവർ മിത്രങ്ങളാക്കുമായിരുന്നില്ല. പക്ഷേ അവരിൽ അധികം ആളുകളും കുറ്റവാളികളാകുന്നു. لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. ജനങ്ങളിൽ വെച്ച് സത്യവിശ്വാസികളോട് അതികഠിനമായ ശത്രുതയുള്ളത് യഹൂദികൾക്കും ബഹുദൈവ വിശ്വാസികൾക്കുമാണെന്ന് തീർച്ചയായും താങ്കൾക്ക് കാണാം. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നവർക്കാണ് ജനങ്ങളിൽ വെച്ച് സത്യവിശ്വാസികളോട് ഏറ്റവും അടുത്ത സ്നേഹമുള്ളതെന്നും താങ്കൾക്ക് കാണാം. അതിന് കാരണം അവരിൽ ചില പണ്ഡിതന്മാരും സന്യാസിമാരും ഉള്ളതും അവർ അഹങ്കാരികളല്ല എന്നതുമാകുന്നു. وَإِذَا سَمِعُوا مَا أُنزِلَ إِلَى الرَّسُولِ تَرَى أَعْيُنَهُمْ تَفِيضُ مِنَ الدَّمْعِ مِمَّا عَرَفُوا مِنَ الْحَقِّ يَقُولُونَ رَبَّنَا آمَنَّا فَاكْتُبْنَا مَعَ الشَّاهِدِينَ. റസൂലിന് അവതരിക്കപ്പെട്ടത് ഖുർആൻ കേട്ടാൽ സത്യം ഗ്രഹിച്ചതുമൂലം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് താങ്കൾക്ക് കാണാം. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ വിശ്വസിച്ചു, അതിനാൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരിൽ ഞങ്ങളെ നീ രേഖപ്പെടുത്തേണമേ എന്നവർ പറയുന്നതാണ്. وَمَا لَنَا لَا نُؤْمِنُ بِاللَّهِ وَمَا جَاءَنَا مِنَ الْحَقِّ وَنَطْمَعُ أَن يُدْخِلَنَا رَبُّنَا مَعَ الْقَوْمِ الصَّالِحِينَ. അള്ളാഹുവിലും ഞങ്ങൾക്ക് വന്നു കിട്ടിയ സത്യത്തിലും വിശ്വസിക്കാതിരിക്കാനും സജ്ജനങ്ങളായ ജനതയോടൊന്നിച്ച് രക്ഷിതാവ് ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കാതിരിക്കാനും ഞങ്ങൾക്കെന്തു ന്യായമാണുള്ളത് എന്ന് അവർ ചോദിക്കുകയും ചെയ്യും. فَأَثَابَهُمُ اللَّهُ بِمَا قَالُوا جَنَّاتٍ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا وَذَلِكَ جَزَاءُ الْمُحْسِنِينَ. അപ്പോൾ അവർ ആത്മാർത്ഥമായി പറഞ്ഞ വാക്കുകൾ കാരണം താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ അള്ളാഹു അവർക്ക് പ്രതിഫലമായി നൽകി. അവരതിൽ ശാശ്വതമായി താമസിക്കുന്നവരാണ്. സുകൃതം ചെയ്തവരുടെ പ്രതിഫലമാകുന്നു അത്. وَالَّذِينَ كَفَرُوا وَكَذَّبُوا بِآيَاتِنَا أُولَئِكَ أَصْحَابُ الْجَحِيمِ. സത്യം നിഷേധിക്കുകയും നമ്മുടെ വചനങ്ങളെ കള്ളമാക്കുകയും ചെയ്തവർ ആരോ അവർ നരകക്കാരാകുന്നു. يَا أَيُّهَا الَّذِينَ آمَنُوا لَا تُحَرِّمُوا طَيِّبَاتِ مَا أَحَلَّ اللَّهُ لَكُمْ وَلَا تَعْتَدُوا إِنَّ اللَّهَ لَا يُحِبُّ الْمُعْتَدِينَ.
സത്യവിശ്വാസികളെ, അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ള നല്ല സാധനങ്ങളെ നിങ്ങൾ നിഷിദ്ധമാക്കുകയും അതിരുകവിഞ്ഞു പോവുകയുമരുത്. അതിരുകവിഞ്ഞു പോകുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുകയില്ല. وَكُلُوا مِمَّا رَزَقَكُمُ اللَّهُ حَلَالًا طَيِّبًا وَاتَّقُوا اللَّهَ الَّذِي أَنْتُمْ بِهِ مُؤْمِنُونَ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സാധനങ്ങളിൽ നിന്ന് അനുവദനീയമായ നല്ല സാധനങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. ഏതൊരു അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ അവനെ സൂക്ഷിക്കുകയും ചെയ്യുക. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما عقدتم الأيمان فكفارته إطعام 10 مساكين من أوسط ما تطعمون أهليكم أو كسوتهم أو تحرير رقبة فمن لم يجد فصيام 3 أيام ذلك كفارة أيمانكم إذا حلفتم واحفظوا أيمانكم كذلك يبين الله لكم آياته لعلكم تشكرون. സത്യങ്ങളിൽ മനഃപൂർവമല്ലാത്തതിന് അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല. പക്ഷേ മനഃപൂർവ്വം ഉറപ്പിച്ചിട്ടുള്ള സത്യത്തിന് അത് പൂർത്തിയാക്കാതിരുന്നാൽ അവൻ നിങ്ങളെ പിടികൂടുന്നതാണ്. അപ്പോൾ മനഃപൂർവ്വം ചെയ്ത സത്യം ലംഘിക്കുന്ന പക്ഷം അതിനുള്ള പ്രായശ്ചിത്തം ഇതാണ്: സ്വന്തം കുടുംബത്തിന് നിങ്ങൾ നൽകുന്ന മധ്യനിലയിലുള്ള ആഹാരം 10 അഗതികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രങ്ങൾ നൽകുക, അല്ലെങ്കിൽ ഒരടിമയെ സ്വതന്ത്രനാക്കുക. എന്നാൽ ആർക്കെങ്കിലും ഇതൊന്നും ചെയ്യാൻ കഴിയാതെ വന്നാൽ അവൻ 3 ദിവസം നോമ്പനുഷ്ഠിക്കേണ്ടതാണ്. നിങ്ങൾ സത്യം ചെയ്താൽ അത് പൂർത്തിയാക്കാത്ത പക്ഷം അതിനുള്ള പ്രായശ്ചിത്തമാണിത്. സത്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് അള്ളാഹു തന്റെ ലക്ഷ്യങ്ങളെ ഇങ്ങനെയെല്ലാം വിവരിച്ചു തരുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. സത്യവിശ്വാസികളെ, മദ്യം, ചൂതാട്ടം, വിഗ്രഹങ്ങൾ, പ്രശ്നം വയ്ക്കാനുള്ള ഉപകരണങ്ങൾ എന്നിവ നീചവും പിശാചിന്റെ പ്രവൃത്തിയിൽപ്പെട്ടതും തന്നെയാകുന്നു. അതിനാൽ നിങ്ങൾ വിജയികളാകാൻ വേണ്ടി അവയെ വർജിക്കുക. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. മദ്യം, ചൂതാട്ടം എന്നിവയിൽ കൂടി നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുവാനും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാനും മാത്രമാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവയിൽ നിന്ന് വിരമിക്കുന്നുവോ? وَأَطِيعُوا اللَّهَ وَأَطِيعُوا الرَّسُولَ وَاحْذَرُوا فَإِن تَوَلَّيْتُمْ فَاعْلَمُوا أَنَّمَا عَلَى رَسُولِنَا الْبَلَاغُ الْمُبِينُ. നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. അവരുടെ കൽപ്പനകൾക്ക് എതിര് ചെയ്യുന്നത് സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം തീർച്ചയായും വ്യക്തമായ പ്രബോധനം മാത്രമേ നമ്മുടെ റസൂലിന് ചുമതലയുള്ളൂ എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ليس على الذين آمنوا وعملوا الصالحات جناح فيما طعموا إذا ما اتقوا وآمنوا وعملوا الصالحات ثم اتقوا وآمنوا ثم اتقوا وأحسنوا والله يحب المحسنين.
സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് നിഷിദ്ധമാക്കപ്പെടാത്തവ ഭക്ഷിച്ചതിൽ ഒരു കുറ്റവുമില്ല. അവർ നിഷിദ്ധമായവ സൂക്ഷിക്കുകയും സത്യവിശ്വാസത്തിലും സൽക്കർമ്മങ്ങളിലും ഉറച്ചു നിൽക്കുകയും ചെയ്താൽ പിന്നെയും അവർ നിഷിദ്ധമായവ സൂക്ഷിക്കുകയും അത് നിഷിദ്ധമാണെന്ന് വിശ്വസിക്കുകയും പിന്നീട് പാപങ്ങൾ വന്നു പോകുന്നത് സൂക്ഷിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്താലും തീർച്ചയായും നന്മ പ്രവർത്തിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. يا أيها الذين آمنوا لا يبلونكم الله بشيء من الصيد تناله أيديكم ورماحكم ليعلم الله من يخافه بالغيب فمن اعتدى بعد ذلك فله عذاب أليم. സത്യവിശ്വാസികളെ, സ്വന്തം കൈകൾ കൊണ്ടും കുന്തങ്ങൾ കൊണ്ടും വേട്ടയാടി പിടിക്കാവുന്ന ചില വേട്ടമൃഗങ്ങളെ കൊണ്ട് അല്ലാഹു തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കും. അദൃശ്യമായി തന്നെ ഭയപ്പെടുന്നത് ആരെന്നറിയാൻ വേണ്ടിയാണ് അല്ലാഹു ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഇതിനുശേഷം അതിക്രമം ചെയ്താൽ അവന് വേദനാജനകമായ ശിക്ഷയുണ്ട്. يا أيها الذين آمنوا لا تقتلوا الصيد وأنتم حرم ومن قتله منكم متعمدا فجزاء مثل ما قتل من النعم يحكم به ذوى عدل منكم هديا بالغ الكعبة أو كفارة طعام مساكين أو عدل ذلك صياما ليذوق وبال أمره عفى الله عما سلف ومن عاد فينتقم الله منه والله عزيز ذو انتقام. സത്യവിശ്വാസികളെ, നിങ്ങൾ ഹജ്ജിലോ ഉംറയിലോ പ്രവേശിച്ചവരായിരിക്കെ വേട്ടമൃഗങ്ങളെ കൊല്ലരുത്. നിങ്ങളിൽ ആരെങ്കിലും മനഃപൂർവ്വം അതിനെ കൊന്നാൽ അതിന്റെ പ്രതിഫലം തത്തുല്യമായതും ആട്, പശു, ഒട്ടകം എന്നിവയിൽപ്പെട്ടതുമായ ഒരു മൃഗമാണ്. നിങ്ങളിലുള്ള 2 നീതിമാന്മാർ അതിൽ വിധി കൽപ്പിക്കണം. കഅബത്തിൽ എത്തേണ്ട ബലിമൃഗമാണത്. അല്ലെങ്കിൽ പ്രായശ്ചിത്തം നൽകണം, അതായത് ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അതിന് തുല്യമായ നോമ്പ് നോൽക്കണം. തന്റെ പ്രവൃത്തിയുടെ ദുഷ്ഫലം അവൻ അനുഭവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം നിശ്ചയിച്ചത്. കഴിഞ്ഞുപോയത് അല്ലാഹു മാപ്പു ചെയ്തിരിക്കുന്നു. ആരെങ്കിലും ഈ തെറ്റ് ആവർത്തിക്കുന്ന പക്ഷം അല്ലാഹു അവനെ ശിക്ഷിക്കും. അല്ലാഹു പ്രതാപശാലിയും ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനുമാകുന്നു. أحل لكم صيد البحر وطعامه متاعا لكم وللسيارة وحرم عليكم صيد البر ما دمتم حرما واتقوا الله الذي إليه تحشرون. നിങ്ങൾക്കും മറ്റ് യാത്രക്കാർക്കും ജീവിത വിഭവമായി അനുഭവിക്കേണ്ടതിനു വേണ്ടി കടലിലെ വേട്ടവസ്തുക്കളും അതിലെ ഭക്ഷണവും അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇഹ്റാം ചെയ്തവരായിരിക്കുന്നിടത്തോളം കാലം കരയിലെ വേട്ടവസ്തുക്കൾ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊരുത്തനിലേക്കാണോ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. جعل الله الكعبة البيت الحرام قياما للناس والشهر الحرام والهدي والقلائد ذلك لتعلموا أن الله يعلم ما في السماوات وما في الأرض وأن الله بكل شيء عليم. കഅബയെ, ആ പരിശുദ്ധ മന്ദിരത്തെ അല്ലാഹു മനുഷ്യർക്ക് ഒരു താങ്ങായി വെച്ചിരിക്കുന്നു. പരിശുദ്ധ മാസങ്ങളെയും ബലിമൃഗങ്ങളെയും അവയുടെ അടയാളങ്ങളെയും അല്ലാഹു ജനങ്ങൾക്ക് താങ്ങായി വെച്ചിരിക്കുന്നു. തീർച്ചയായും ആകാശഭൂമിയിലുള്ളതെല്ലാം അല്ലാഹു അറിയുമെന്നും
അല്ലാഹു സർവജ്ഞൻ തന്നെയാണെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ ചെയ്തത്. اعلموا أن الله شديد العقاب وأن الله غفور رحيم. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവൻ തന്നെയാണെന്നും അല്ലാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനും തന്നെയാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ما على الرسول إلا البلاغ والله يعلم ما تبدون وما تكتمون. സന്ദേശം എത്തിക്കുകയല്ലാതെ റസൂലിന്റെ മേൽ യാതൊരു ബാധ്യതയുമില്ല. നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചുവെക്കുന്നതുമെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. പറയുക, ചീത്തയും നല്ലതും സമമാവുകയില്ല. ചീത്ത നിന്നെ എത്ര തന്നെ സന്തോഷിപ്പിച്ചാലും ശരി. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ വിജയികളാകുവാൻ വേണ്ടി. يا أيها الذين آمنوا لا تسألوا عن أشياء إن تبد لكم تسؤكم وإن تسألوا عنها حين ينزل القرآن تبد لكم عفى الله عنها والله غفور حليم. സത്യവിശ്വാസികളെ, ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. അവ വെളിവാക്കപ്പെടുന്ന പക്ഷം നിങ്ങളെ അസ്വസ്ഥരാക്കും. ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവയെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്കവ വ്യക്തമാക്കപ്പെടും. അല്ലാഹു അവ വിട്ടുതന്നിരിക്കുകയാണ്. അല്ലാഹു ഏറ്റവും പൊറുക്കുന്നവനും സഹനശീലനുമാകുന്നു. قد سألها قوم من قبلكم ثم أصبحوا بها كافرين. തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള ഒരു ജനത അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും പിന്നീട് അവയെ നിഷേധിക്കുന്നവരാവുകയും ചെയ്തിട്ടുണ്ട്. ما جعل الله من بحيرة ولا سائبة ولا وصيلة ولا حام ولكن الذين كفروا يفترون على الله الكذب وأكثرهم لا يعقلون. ബഹീറ, സായിബ, വസീല, ഹാം എന്നിവയൊന്നും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ സത്യനിഷേധികൾ അല്ലാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറയുകയാണ്. അവരിൽ അധികം പേരും ചിന്തിക്കുന്നില്ല. وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلَ اللَّهُ وَإِلَى الرَّسُولِ قَالُوا حَسْبُنَا مَا وَجَدْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْلَمُونَ شَيْئًا وَلَا يَهْتَدُونَ. അല്ലാഹു അവതരിപ്പിച്ചതിലേക്കും അവന്റെ റസൂലിലേക്കും നിങ്ങൾ വരൂ എന്ന് അവരോട് പറയപ്പെടുമ്പോൾ, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഏതു നടപടി കൈക്കൊണ്ടിരുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നുവോ അതുതന്നെ ഞങ്ങൾക്ക് മതി എന്നവർ പറയും. അവരുടെ പൂർവ്വപിതാക്കൾ ഒരു വിവരമില്ലാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരും ആയിരുന്നാൽ പോലും നിങ്ങൾ അവരെ പിന്തുടരുകയാണോ എന്ന് അവരോട് ചോദിക്കുക. يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون. സത്യവിശ്വാസികളെ, നിങ്ങളുടെ കാര്യം ശരിക്കും ഗൗനിക്കുക. നിങ്ങൾ നേർമാർഗം സ്വീകരിക്കുന്ന പക്ഷം വഴിപിഴച്ചു പോയവർ യാതൊരു ദോഷവും നിങ്ങൾക്ക് വരുത്തിവെക്കുകയില്ല. അല്ലാഹുവിലേക്ക് തന്നെയാണ് നിങ്ങൾ എല്ലാവരുടെയും മടക്കം. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അപ്പോൾ അവൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ്. يا
أيها الذين آمنوا شهادة بينكم إذا حضر أحدكم الموت حين الوصية اثنان ذوى عدل منكم أو آخران من غيركم إن أنتم ضربتم في الأرض فأصابتكم مصيبة الموت تحبسونهما من بعد الصلاة فيقسمان بالله إن ارتبتم لا نشتري به ثمنا ولو كان ذا قربى ولا نكتم شهادة الله إنا إذا لمن الآثمين. സത്യവിശ്വാസികളെ, നിങ്ങളിൽ ആർക്കെങ്കിലും മരണമാസന്നമായാൽ വസീയത്ത് വേളയിൽ നിങ്ങളിൽപ്പെട്ട നീതിമാന്മാരായ രണ്ടുപേർ സാക്ഷി നിൽക്കണം. നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുകയും അപ്പോൾ മരണവിപത്ത് നേരിടുകയും ചെയ്താൽ അവിടെ സ്വന്തത്തിൽപ്പെട്ട രണ്ട് സാക്ഷികളെ കിട്ടിയില്ലെങ്കിൽ രണ്ട് അന്യസമുദായക്കാരെ സാക്ഷി നിർത്തുക. നിങ്ങൾക്ക് ആ രണ്ട് സാക്ഷികളുടെ പ്രസ്താവനയിൽ സംശയം ജനിച്ചാൽ നിസ്കാരത്തിനു ശേഷം അവരെ തടഞ്ഞു നിർത്തുക. എന്നിട്ട് ആർക്കു വേണ്ടി സത്യം ചെയ്യുന്നുവോ അവൻ ബന്ധുവായാലും ശരി, സത്യത്തിന് പകരം ഞങ്ങൾ യാതൊരു വിലയും വാങ്ങുകയോ അള്ളാഹുവിന്റെ സാക്ഷ്യം മറച്ചു വെക്കുകയോ ചെയ്യുകയില്ല. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ പാപികളിൽപ്പെട്ടവർ തന്നെയാകും എന്നവർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യണം. فإن عثر على أنهما استحقا إثما فآخران يقومان مقامهما من الذين استحق عليهم الأوليان فيقسمان بالله لشهادتنا أحق من شهادتهما وما اعتدينا إنا إذا لمن الظالمين. ഇനി അവർ രണ്ടുപേരും കുറ്റത്തിന് അർഹരാണെന്ന് മനസ്സിലായാൽ കുറ്റം ചെയ്തത് ആർക്കെതിരായിട്ടാണോ അവരിൽ നിന്ന് മരണപ്പെട്ടവനോട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള മറ്റു രണ്ടുപേർ ആദ്യത്തെ രണ്ടുപേരുടെ സ്ഥാനത്തു നിൽക്കണം. എന്നിട്ട് അവരിങ്ങനെ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യണം, ഞങ്ങളുടെ സാക്ഷ്യം ആദ്യത്തെ രണ്ടുപേരുടെ സാക്ഷ്യത്തെക്കാൾ സത്യമാണ്, ഞങ്ങൾ അതിര് വിട്ടുകടന്നിട്ടില്ല. അങ്ങനെ ചെയ്തെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അക്രമികളിൽപ്പെട്ടവരാകും. ذلك أدنى أن يأتوا بالشهادة على وجهها أو يخافوا أن ترد أيمان بعد أيمانهم واتقوا الله واسمعوا والله لا يهدي القوم الفاسقين. സാക്ഷ്യത്തെ ശരിയായ രൂപത്തിൽ അവർ നിർവഹിക്കാനോ അവരുടെ സത്യത്തിനു ശേഷം ബന്ധപ്പെട്ടവരിലേക്ക് സത്യം മടക്കപ്പെടുന്നതിനെ അവർ ഭയപ്പെടാനോ ഏറ്റവും ഉതകുന്നതാണത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവന്റെ ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്യുക. അനുസരണമില്ലാത്ത ജനതയെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. يوم يجمع الله الرسل فيقول ماذا أجبتم قالوا لا علم لنا إنك أنت علام الغيوب. അള്ളാഹു മുർസലുകളെ ഒന്നിച്ചുകൂട്ടുകയും എന്നിട്ട് അവരോട് നിങ്ങൾക്കെന്ത് മറുപടിയാണ് ലഭിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദിവസത്തെ സൂക്ഷിക്കുക. ഞങ്ങൾക്ക് ഒരു വിവരവുമില്ല, അദൃശ്യ കാര്യങ്ങളെല്ലാം അറിയുന്നവൻ നീ തന്നെയാണല്ലോ എന്നവർ പറയും. إذ قال الله يا عيسى ابن مريم اذكر نعمتي عليك وعلى والدتك إذ أيدتك بروح القدس تكلم الناس في المهد وكهلا وإذ علمتك الكتاب والحكمة والتوراة والإنجيل
وَإِذْ تَخْلُقُ مِنَ الطِّينِ كَهَيْئَةِ الطَّيْرِ بِإِذْنِي فَتَنفُخُ فِيهَا فَتَكُونُ طَيْرًا بِإِذْنِي وَتُبْرِئُ الْأَكْمَهَ وَالْأَبْرَصَ بِإِذْنِي وَإِذْ تُخْرِجُ الْمَوْتَى بِإِذْنِي وَإِذْ كَفَفْتُ بَنِي إِسْرَائِيلَ عَنكَ إِذْ جِئْتَهُم بِالْبَيِّنَاتِ فَقَالَ الَّذِينَ كَفَرُوا مِنْهُمْ إِنْ هَذَا إِلَّا سِحْرٌ مُبِينٌ. അല്ലാഹു പറയുന്ന സന്ദർഭം ഓർക്കുക. ഓ മറിയമിന്റെ പുത്രൻ ഈസാ, താങ്കൾക്കും മാതാവിനും ഞാൻ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം ഓർക്കുക. താങ്കൾ തൊട്ടിലിലായിരിക്കുമ്പോഴും മധ്യവയസ്കനായിരിക്കുമ്പോഴും തത്വോപദേശം നൽകിക്കൊണ്ട് ജനങ്ങളോട് സംസാരിക്കുന്ന നിലയിൽ പരിശുദ്ധാത്മാവിനാൽ താങ്കൾക്ക് ഞാൻ പിൻബലം നൽകിയ സന്ദർഭത്തിൽ താങ്കൾക്കു ഞാൻ എഴുത്തും തത്വജ്ഞാനവും തൗറാത്തും ഇഞ്ചീലും പഠിപ്പിച്ച സന്ദർഭത്തിലും താങ്കൾ പക്ഷിയുടേതുപോലെയുള്ള രൂപം ഉണ്ടാക്കുകയും എന്നിട്ട് അതിലൂതുകയും അപ്പോൾ അതെന്റെ അനുമതിയോടെ ഒരു പക്ഷിയായി തീരുകയും എന്റെ അനുമതിയോടെ താങ്കൾ ജന്മനാ അന്ധനെയും വെള്ളപ്പാണ്ടുകാരനെയും സുഖപ്പെടുത്തുകയും ചെയ്തപ്പോഴും എന്റെ അനുവാദത്തോടെ മരിച്ചവരെ താങ്കൾ ജീവിപ്പിച്ച ഘട്ടത്തിലും ഇസ്രായേല്യരുടെ അടുത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി താങ്കൾ ചെല്ലുകയും അപ്പോൾ അവരിലുള്ള നിഷേധികൾ ഇത് വ്യക്തമായ മാരണമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ അവരെ ഞാൻ താങ്കളിൽ നിന്ന് തടഞ്ഞപ്പോഴും وَإِذْ أَوْحَيْتُ إِلَى الْحَوَارِيِّينَ أَنْ آمِنُوا بِي وَبِرَسُولِي قَالُوا آمَنَّا وَاشْهَدْ بِأَنَّنَا مُسْلِمُونَ. എന്നിലും എന്റെ റസൂലിലും വിശ്വസിക്കണമെന്ന പ്രബോധനം ഹവാരികൾക്ക് ഞാൻ നൽകിയ സന്ദർഭവും ഓർക്കുക. അവർ പറഞ്ഞു, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, തീർച്ചയായും ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നതിന് നീ സാക്ഷ്യം വഹിക്കുക. إذ قال الحواريون يا عيسى ابن مريم هل يستطيع ربك أن ينزل علينا مائدة من السماء قال اتقوا الله إن كنتم مؤمنين. ഓ മറിയമിന്റെ പുത്രൻ ഈസാ, ഭക്ഷണം നിരത്തിവെച്ച ഒരു സുപ്ര ഞങ്ങൾക്ക് ആകാശത്തുനിന്ന് ഇറക്കിത്തരാൻ നിങ്ങളുടെ റബ്ബിന് കഴിയുമോ എന്ന് ഹവാരിയുകൾ ചോദിച്ച സന്ദർഭം ഓർക്കുക. അദ്ദേഹം പ്രതികരിച്ചു, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നതിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. قالوا نريد أن نأكل منها وتطمئن قلوبنا ونعلم أن قد صدقتنا ونكون عليها من الشاهدين. അവർ പറഞ്ഞു, ഞങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും മനസ്സമാധാനമുള്ളവരാവുകയും ഞങ്ങളോട് താങ്കൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് രൂഢമായി അറിയുകയും അതിന് സാക്ഷികളായി തീരുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. قال عيسى ابن مريم اللهم ربنا أنزل علينا مائدة من السماء تكون لنا عيدا لأولنا وآخرنا وآية منك وارزقنا وأنت خير الرازقين. മറിയമിന്റെ പുത്രൻ ഈസാ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഭക്ഷണ സാധനങ്ങൾ നിരത്തിവെച്ച ഒരു സുപ്ര ഇറക്കിത്തരേണമേ. അത് ഇറക്കുന്ന ദിവസം ഞങ്ങളിൽ ആദ്യത്തവർക്കും അവസാനത്തവർക്കും ഒരു പെരുന്നാളും നിന്റെ പക്കൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായി തീരട്ടെ. നീ ഞങ്ങൾക്ക് ഭക്ഷണം നൽകണമേ, ഭക്ഷണം നൽകുന്നവരിൽ ഉത്തമനാണല്ലോ നീ. قال الله إني منزلها عليكم
فمن يكفر بعد منكم فإني أعذبه عذابا لا أعذبه أحدا من العالمين. അള്ളാഹു പറഞ്ഞു, ഞാൻ തീർച്ചയായും നിങ്ങൾക്കത് ഇറക്കിത്തരാം. എന്നാൽ തദനന്തരം നിങ്ങളിൽ വല്ലവനും സത്യത്തെ നിഷേധിച്ചാൽ ലോകത്ത് ആർക്കും നൽകാത്ത വിധത്തിലുള്ള ശിക്ഷ അവന് ഞാൻ നൽകുക തന്നെ ചെയ്യും. وَإِذْ قَالَ اللَّهُ يَا عِيسَى ابْنَ مَرْيَمَ أَأَنْتَ قُلْتَ لِلنَّاسِ اتَّخِذُونِي وَأُمِّيَ إِلَٰهَيْنِ مِن دُونِ اللَّهِ قَالَ سُبْحَانَكَ مَا يَكُونُ لِي أَنْ أَقُولَ مَا لَيْسَ لِي بِحَقٍّ إِن كُنتُ قُلْتُهُ فَقَدْ عَلِمْتَهُ تَعْلَمُ مَا فِي نَفْسِي وَلَا أَعْلَمُ مَا فِي نَفْسِكَ إِنَّكَ أَنْتَ عَلَّامُ الْغُيُوبِ. ഓ മറിയമിന്റെ പുത്രൻ ഈസ, അള്ളാഹുവിന് പുറമെ എന്നെയും എന്റെ മാതാവിനെയും ഇലാഹുകളാക്കുക എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്ന് അള്ളാഹു ചോദിക്കുന്ന സന്ദർഭവും ഓർക്കുക. അദ്ദേഹം മറുപടി നൽകും, അള്ളാഹുവേ, നീ പരിശുദ്ധനാണ്. അവകാശമില്ലാത്തത് പറയൽ എനിക്ക് യോജിച്ചതല്ലല്ലോ. ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീ അത് അറിഞ്ഞിരിക്കും. എന്നിലുള്ളത് നിനക്കറിയാം, നിന്നിലുള്ളത് എനിക്കറിയില്ല. നീ തന്നെയാണ് അദൃശ്യ കാര്യങ്ങൾ പൂർണ്ണമായി അറിയുന്നവൻ, തീർച്ച. ما قلت لهم إلا ما أمرتني به أن اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد. അല്ലാഹുവേ, നീ എന്നോട് കൽപ്പിച്ചതല്ലാതെ, അതായത് എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്നല്ലാതെ മറ്റൊന്നും ഞാൻ അവനോട് പറഞ്ഞിട്ടേയില്ല. അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴെല്ലാം ഞാൻ അവരുടെ മേൽ നോട്ടം ചെയ്യുന്നവനായിരുന്നു. അങ്ങനെ നീ എന്നെ വേർപിരിച്ചപ്പോൾ അവരുടെ മേൽനോട്ടക്കാരൻ നീ തന്നെയായി തീർന്നു. നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാണല്ലോ. إن تعذبهم فإنهم عبادك وإن تغفر لهم فإنك أنت العزيز الحكيم. അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകൾ തന്നെയാണ്. ഇനി അവർക്ക് നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നീ തന്നെയാണ് പ്രതാപശാലിയും തന്ത്രജ്ഞനും. قال الله هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم. സത്യസന്ധന്മാർക്ക് അവരുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാണിത് എന്ന് അപ്പോൾ അള്ളാഹു പറയും, താഴ്ഭാഗങ്ങളിൽ കൂടി നദികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ അവർക്കുണ്ട്. അവർ അവിടെ സ്ഥിരതാമസക്കാരാകുന്നു. അള്ളാഹു അവരെക്കുറിച്ചും അവർ അള്ളാഹുവിനെ കുറിച്ചും സംതൃപ്തി അടഞ്ഞിരിക്കുന്നു. അത് മഹത്തായ വിജയം തന്നെയാണ്. ലില്ലാഹി മുൽക്കു സ്സമാവാതി വൽ അർദി വമാ ഫീഹിൻ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആകാശഭൂമികളുടെയും അവയിലുള്ളവയുടെയുമെല്ലാം ആധിപത്യം അള്ളാഹുവിന് മാത്രമാകുന്നു. അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്.